കോഴിക്കോട് പാരാമെഡിക്കൽ കോഴ്സിന്റെ മറവിൽ തട്ടിപ്പെന്ന് പരാതിയുയരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി എന്ന സ്ഥാപനത്തിനെതിരെയാണ് 200-ലധികം വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സ്ഥാപനത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ എക്സാമിന് വേണ്ടിയിട്ട് ഒരൊറ്റ മൈക്രോസ്കോപ്പാണ് വർക്കിംഗ് ആയിട്ടുള്ളതുണ്ടായിനി. ബാക്കിയൊക്കെ വെറും സ്ക്രാച്ച് വീണൊക്കെ ആയിട്ട് ഞങ്ങളോട് അതിൽ ചെയ്തോളി, അതിൽ കിട്ടുന്ന അതുമ്പോൾ നോക്കാവുന്ന രീതിയിൽ പറയുന്നത്. ഞാൻ ഫസ്റ്റ് ഇയറിൽ ഞാൻ 3-4 എക്സാം എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ പാസ്സായിക്കണേ. സെക്കൻഡ് ഇയർ ഇരിക്കുകയും ചെയ്തിരിക്കണേ. ഫീസ് അടിച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് തരാമെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. സ്വകാര്യ ആശുപത്രികളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി എന്ന സ്ഥാപനം പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തിയിരുന്നത്. 30,000 മുതൽ 4 ലക്ഷം രൂപ വരെ ഫീസ് ഈടാക്കിയ കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ തൊഴിൽ ലഭിക്കുന്നില്ല. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ആശുപത്രികളെയും ക്ലിനിക്കുകളെയും ബന്ധപ്പെട്ടപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന സർട്ടിഫിക്കറ്റിന് മൂല്യമില്ലെന്ന് മനസ്സിലായതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. നമുക്ക് BSSന്റെ സർട്ടിഫിക്കറ്റ് തരുന്നത്. ഞങ്ങളിപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഒട്ടുമിക്ക ലാബിലും ഹോസ്പിറ്റലിലും ഞങ്ങൾ പോയി ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ വാല്യൂ ഇല്ല പറഞ്ഞിട്ട് ഞങ്ങൾ ഒഴിവാക്കാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സീനിയേഴ്സിന്റെ വരെ ഞങ്ങളിലുണ്ട്. ഓരോന്നും പണിയില്ലാതെ പണിക്ക് കിട്ടാതെ വീട്ടിലിരിക്കുകയാണ് എല്ലാവരും. പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികളെ പണം നൽകിയാൽ വിജയിപ്പിക്കാമെന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിപ്പുകാർ പറഞ്ഞതായും വിദ്യാർത്ഥികൾ പറയുന്നു. ലാബ് ടെക്നോളജി, ഡയാലിസിസ് അടക്കമുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇല്ല എന്ന പരാതിയും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നു. ഞങ്ങളെ ലാബ് പറയുന്നത് ഒരു ചെറിയൊരു സ്ഥലമാണ്. ആ ലാബ് തന്നെ മൈക്രോസ്കോപ്പ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് വർക്ക് ചെയ്താൽ വർക്ക് ചെയ്ത് ലെൻസ് ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബ് എല്ലാം പൊട്ടിയതായിരിക്കും. റിയേജന്റുകളൊക്കെ വളരെ കുറവാണ്. ഏതെങ്കിലും 2-3 കുട്ടികൾ ചെയ്യേണ്ടി വരും. പിന്നെ മിസ് ഇപ്പോൾ ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടീനോട് ചോദിച്ചോളൂ എന്ന് ഞങ്ങളോട് പറയാം. ലാസ്റ്റ് ആ ക്ലാസ് എടുത്തത് ഡിസംബറിലാണ്. അതിനുശേഷം ഇപ്പോൾ 3 മാസം ക്ലാസ് ഇല്ല. പക്ഷെ ഒരു ഭാഗത്ത് ആ 1 ഇയറിലെ ഫീസ് മൊത്തം അടയ്ക്കാനാണ് പറയുന്നത്. ഈ 2 വർഷം ഈ കുട്ടികൾ നഷ്ടപ്പെട്ടത്, അതിനുള്ള നഷ്ടപരിഹാരം എന്തായാലും ഈ മാനേജ്മെന്റ് കൊടുക്കണം. ഇത്രയും കുട്ടികളെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആരെങ്കിലും ഒന്ന് വന്ന് ചോദിച്ചില്ല. ഒരു മാനേജ്മെന്റ് വന്ന് ചോദിച്ചിട്ടില്ല, നിങ്ങളെ പ്രശ്നം ഞങ്ങൾ സോൾവ് ചെയ്യുക, എന്താ ചെയ്യേണ്ടത്, നിങ്ങളിത് എഴുതുന്നത് സത്യസന്ധമായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് തരിക എന്നൊക്കെ വന്ന് പറയണ്ടേ. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ SSLC, +2 സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ സ്ഥാപനം പിടിച്ചുവെച്ചതായും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. സ്ഥാപനത്തിന്റെ അംഗീകാരം ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതോടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പല ദിവസങ്ങളിലും പ്രവർത്തിക്കാറില്ല. മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. മീഡിയ 1 കോഴിക്കോട്.